കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട അതേ ചിന്തയിൽ നിന്നാണ് ഇന്ന് നമ്മൾ കേൾക്കാനായി പോകുന്നത്. പരിശുദ്ധാത്മാവ്, മഹത്വത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആ ആത്മാവ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ അകത്തെ മനുഷ്യനെ നമുക്ക് എങ്ങനെ ബലപ്പെടുത്താൻ കഴിയും എന്നതാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. മെസ്സേജിലേക്ക് പോകാം. ഇത് നിങ്ങളുടെ ജീവിതത്തെ ആത്മീയമായി വളർത്തുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. നമുക്കത് കേൾക്കാം. ഹല്ലേലൂയ. പത്രോസ് പറയുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്. 1 പത്രോസ് 4:13 വാക്യത്തിൽ പത്രോസ് പറയുക, മഹത്വത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവല്ലോ. The spirit of glory is in us. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? The spirit of glory, it is in us. പരിശുദ്ധാത്മാവിൻ്റെ it is another name, spirit of glory. അതേ ഗ്ലോറി നിന്റെ അകത്തെ മനുഷ്യനിലേക്ക് വരേണ്ടതിന് പരിശുദ്ധാത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നത്. നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടും. ഇപ്പോൾ ചില ആളുകൾ ചോദിച്ചു, ബ്രദറെ, എന്നോട് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ബ്രദറെ, എങ്ങനെയാണ് എൻ്റെ അകത്തെ മനുഷ്യനെ ഒന്ന് ബലപ്പെടുത്തുന്നത്? ഫസ്റ്റ് തിങ്, when you receive the Holy Spirit, you receive the power of the Holy Spirit, and your inner man become very powerful by the Holy Spirit. നിങ്ങളുടെ അകത്തേക്ക് വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ റീജനറേറ്റഡ് ആകും. ആദാമിൽ നഷ്ടമായി പോയ മരിച്ചുപോയ മനുഷ്യൻ പുനർജീവിക്കപ്പെടും. അവൻ്റെ ആ പഴയ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആദാമിൽ നഷ്ടമായി പോയ സകല അധികാരങ്ങളിലേക്കും അവൻ ആ ദിവസം പരിശുദ്ധാത്മാവിനാൽ എംപവേർഡ് ആകും. പക്ഷേ ആ മനുഷ്യൻ ജീവിക്കുന്നത്, യേശു കർത്താവ് പറഞ്ഞൊരു വാചകം കണ്ടോ? ശ്രദ്ധിക്കണേ, ഇറ്റ്സ് എ വെരി 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 സീരിയസ് തിങ്. യേശു കർത്താവിൻ്റെ അടുക്കൽ പിശാച് വന്നിട്ട് പറഞ്ഞു, ഈ കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ട് കൂടിയാണ് ജീവിക്കുന്നത്. ഐ ഹാവ് എ കൺഫ്യൂഷൻ. ഈ പുറത്ത് കാണുന്ന മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ടേ പറ്റൂ. നിങ്ങൾ ആഹാരം കൊടുക്കാതിരുന്ന് നോക്കുക, ഈ ശരീരം ഉണങ്ങി ദ്രവിച്ച് ഇല്ലാതായി പോകും. കുടല് ഈ സാധനത്തെ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നേ. കാരണം ഇത് മണ്ണിൽ നിന്നുണ്ടാക്കിയതാ. മണ്ണിലെ സാധനങ്ങൾ തന്നെ ഈ ശരീരത്തിന് വേണം. പക്ഷേ അകത്തെ മനുഷ്യൻ അങ്ങനല്ല. ഇറ്റ് ഈസ് ഡിഫറെന്റ്. എൻ്റെ അകത്തെ മനുഷ്യനിലേക്ക് വേണ്ടത് ഭക്ഷണമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം വരണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ വന്നപ്പോ വി റീജനറേറ്റഡ്. എന്നിലൊരു പുതിയ സൃഷ്ടി ഉണ്ടായി. അതാണ് ഞാൻ ക്രിസ്തുവിൽ ഒരുവനായാൽ അവൻ പഴയതല്ല, പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. ശമൂവേലിന്റെ പുസ്തകം 3:9 വാക്യം, ആ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു, അവൻ ആളുമാറിപ്പോയി. That is called new creation. You and I become new creation when you receive the Holy Spirit, when you receive Jesus Christ. That day onwards we are new creation, born again, new creature. പുതിയ സൃഷ്ടിയാണ് മുതൽ. പുതിയ സൃഷ്ടിക്ക് ഹല്ലേലൂയ പൊറോട്ടയും ബീഫ് ഫ്രൈയും പോരാ, ഷവായി ചിക്കനും പൊറോട്ടയും അല്ലെങ്കിൽ ആ കുപ്പൂസും പോരാ. അല്ല, ബിരിയാണിയും പപ്പടവും പോരാ. അവൻ ആ പുതിയ മനുഷ്യൻ അത് കഴിച്ചാൽ ഒക്കത്തില്ല. പുതിയ മനുഷ്യനെ വേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ അപ്പൊ ബ്രദറെ, അപ്പൊ പുറത്തെ മനുഷ്യന് ആഹാരം കൊടുത്തില്ലെങ്കിൽ ചത്തുപോകും, സംശയമൊന്നുമില്ല. ഹല്ലേലൂയ. ചില കാലഘട്ടത്തിന് വേണമെങ്കിൽ എനിക്ക് ഭക്ഷണം മാറ്റി വയ്ക്കാം. പക്ഷേ എല്ലാ ദിവസവും എൻ്റെ എല്ലാ നാളും എനിക്ക് പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ദിവസങ്ങൾ വരെ. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പോലും 40 ദിവസമേ ആയിരുന്നുള്ളൂ ആഹാരം കഴിക്കാതെ. ബാക്കിയുള്ള ദിവസം അവൻ വിശന്നു എന്ന് എഴുതിയിരിക്കുന്നത്. വിശന്നു, ആഹാരം കഴിച്ചു, become a normal person. സൂപ്പർ ഹ്യൂമൻ ആയിരുന്നില്ല. യേശു കർത്താവ് ഇവിടെ ജീവിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ സാധാരണ ആളുകളെ പോലെ ഭക്ഷണം കഴിച്ചു. ഈ പുറത്തെ ശരീരത്തിന് ഭക്ഷണം വേണം. പക്ഷേ പുറത്തെ ശരീരത്തിന് ഭക്ഷണം വേണമെന്ന് പറയുമ്പോൾ അകത്തെ ശരീരത്തിന് നിങ്ങളിൽ വീണ്ടും ജനിച്ച പുതിയ മനുഷ്യനെ ആത്മാവിനാലുള്ള ശക്തീകരണവും ദൈവത്തിൻ്റെ വചനം ലഭിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് ഈസ് എ വെരി വെരി സീരിയസ് തോട്ട്.
എൻ്റെ അകത്തെ മനുഷ്യനിലേക്ക് ദൈവം അതിന് വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു വാക്യം വായിക്കാം നമുക്ക്. എബ്രായ ലേഖനം 5-ാം അധ്യായം 13-14 വാക്യങ്ങൾ. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവാണ്. ദൈവവചനത്തിൻ്റെ ആരംഭ രഹസ്യങ്ങൾ, രക്ഷ, സ്നാനം, വീണ്ടും ജനനം, ഇതൊക്കെ അറിയുന്ന ആളുകൾ ആരംഭസ്ഥിതിയില്ല. ആ പാല് കുടിക്കുന്നവൻ ശിശുവാണ്. എന്നാൽ അടുത്ത വാചകം വായിക്കുക. കട്ടിയുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റത്തുള്ളൂ. എന്നാൽ കട്ടിയുള്ള ആഹാരം കഴിക്കാൻ തുടങ്ങിയാൽ, എന്ന് പറഞ്ഞ വചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരാൻ തുടങ്ങിയാൽ, ഈ അകത്തെ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ ചലിക്കാൻ തുടങ്ങും. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം കേട്ടോ. നിങ്ങളുടെ വീട്ടിലും എൻ്റെ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ കുഞ്ഞുങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ മുട്ടുമേൽ എഴയുന്ന സമയത്ത് നമ്മൾ മെഴുകുതിരിയോ അല്ലെങ്കിൽ വെളിച്ചമുള്ള ഏതെങ്കിലും ഒന്ന് കത്തിച്ചു വെക്കുകയോ ചെയ്താൽ അവർ നേരെ അങ്ങോട്ടേ ഓടൂ. എന്നിട്ട് ആ തീയിലോട്ട് കയറി പിടിക്കും. നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മൾ പറയും മോനെ മോനെ പിടിക്കലടാ പിടിക്കലടാ. ആര് പിടിക്കാതിരിക്കുന്നത്? നേരെ തീയിലോട്ടേ പിടിക്കത്തുള്ളൂ. സോളി കണ്ടിട്ടുണ്ടോ? എനിക്കിന്ന് ഓർമ്മ, എൻ്റെ വീട്ടിലൊരു കുഞ്ഞ് മറ്റൊരു കുഞ്ഞിൻ്റെ കയ്യിലേക്ക് നല്ലവണ്ണം പഴുപ്പിച്ച കമ്പി വെച്ചു കൊടുത്തു. അവനും കമ്പിയുടെ പഴുപ്പ് അറിയത്തില്ല, മേടിച്ച ആൾക്കും അറിയത്തില്ല. കൈ മുഴുവൻ പൊള്ളി കടന്നുപോയി. അടിച്ചിട്ട് കാര്യമുണ്ടോ? മറ്റവന് ചൂടെന്താണെന്ന് അറിയത്തില്ല, ചൂടിൻ്റെ പ്രശ്നം അറിയത്തില്ല. അവനും കയറി പിടിച്ചിരിക്കുമോ, അവൻ്റെ കൈയും പൊള്ളി ഇരിക്കുമോ. എന്നാൽ മെല്ലെ നമ്മൾ വളർന്നാൽ ആ ചൂടടിക്കുമ്പോഴേ നമ്മൾ മാറി നിൽക്കാൻ തുടങ്ങും. നമ്മുടെ ശരീരത്തിൻ്റെ സെൻസസുകൾ പറയും അത് ചൂടാ, തൊടാൻ പാടില്ല. സോളി, നമുക്ക് മനസ്സിലാവുന്നോ? എന്നാൽ കുഞ്ഞിനെ എന്ത് മനസ്സിലാവത്തില്ല? അവന് ശരീരത്തിലെല്ലാ സെൻസസുകളുണ്ടെങ്കിലും അത് ഏതിലേക്ക് വന്നിട്ടില്ല, പക്വതയിലേക്ക് വന്നില്ല. എന്നാൽ സനലെ, ഇപ്പോൾ നീ അപ്പുറത്തെ വീട്ടിലെ ചാള എങ്ങാനും വറുത്താൽ പറയും, ഓ അപ്പുറത്തെ വീട്ടിൽ ചാള വറക്കുന്നു കേട്ടോ, നല്ല മണം കേട്ടോ, നല്ല മണം കേട്ടോ എന്ന് പറയത്തില്ലേ? ചാള ഇഷ്ടമാണെങ്കിൽ. അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ബീഫെന്ന് വെക്കട്ടെ, ഓ ബീഫിൻ്റെ മണം കൂടി മൂക്കിലോട്ട് കയറുന്നു വരത്തില്ലേ? എന്നാൽ നീ എൻ്റെ അടുത്തുള്ള കൊച്ചിനെ വിളിച്ച് 5 വയസ്സുള്ളൊരു കൊച്ചിനെ വെച്ച് കൊടുക്കുക. അവൻ ബീഫ് ഏതാ, ചിക്കൻ ഏതാ, മത്തി ഏതാ, അവനിതൊന്നും അറിയത്തില്ല. കാരണം അവന് സെൻസസ് എല്ലാം ഉണ്ടെങ്കിലും അവൻ്റെ സെൻസസുകളൊന്നും ആക്ടിവേറ്റഡ് അല്ല. When you are grow in the spirit and the word. എനിക്ക് ആത്മീയ ഗോളത്തിന് പറ്റിയ വലിയൊരു ചതിയെ പറയാൻ പറ്റും. ആളുകളിൽ ചില ആളുകൾ പറഞ്ഞു വചനം 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 എന്ന് പറഞ്ഞു. അവർ ഹാർഡനായി പോയി. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ ചില ആളുകൾ ആത്മാവ് 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 എന്ന് മാത്രമായി. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബലൂൺ പോലെ എപ്പോൾ വേണമെങ്കിലും അവർ പൊട്ടും. എന്നാൽ രണ്ടും കൂടെ ചേർന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. They are totally different. Hallelujah. സഹോദരങ്ങളെ, നമുക്ക് വേണ്ടത് ആത്മാവും വചനവുമാണ്. പരിശുദ്ധാത്മാവിനെയും ദൈവവചനത്തെയും ഒരേപോലെ കൊണ്ടു നടക്കണം. ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ പറയുന്നത് വചനം മതി, വചനം മതി. സഹോദരങ്ങളെ, വചനം മതിയോ? മതി. പക്ഷേ അതിൻ്റെ കൂടെ ആത്മാവില്ലാത്ത വചനം ഒന്നും ചെയ്യത്തില്ല. യേശു പറഞ്ഞു, ഞാൻ സംസാരിച്ച വചനം ആത്മാവും ജീവനുമാണ്. യേശുവിൻ്റെ വാക്കുകൾക്ക് ആത്മാവും കൂടെ ഉള്ളതായിരുന്നു. ആത്മാവില്ലാത്ത വചനം ചത്തതാണ്. അത് ചെവിക്ക് ശരിയെന്ന് തോന്നും, കാഴ്ചയിൽ ആ വചനം കേട്ട് കഴിയുമ്പോൾ അങ്ങനെയാണ് നല്ലതെന്ന് കണ്ണിന് മനസ്സിലാകും. പക്ഷേ അത് ജീവിപ്പിക്കാൻ കഴിയുന്നതല്ല. ജീവിപ്പിക്കുന്നത് ആത്മാവാണ്, ജീവിപ്പിക്കുന്നത് ആത്മാവാണ്. വചനവും ആത്മാവും കൂടെ ചലിക്കാതെ ഒരാളിലും വ്യത്യാസം ഉണ്ടാകത്തില്ല. അപ്പോൾ ആത്മാവിൻ്റെ ശക്തി അകത്തേക്ക് വന്നു കഴിയുമ്പോൾ എൻ്റെ അകത്തെ മനുഷ്യൻ വീണ്ടും ജനിക്കും. അവൻ്റെ അകത്തേക്ക് വചനം ചെന്ന് കഴിയുമ്പോൾ അവൻ്റെ അകത്തെ ഇന്ദ്രിയങ്ങൾ ബലപ്പെടാൻ തുടങ്ങും. ചിലരുടെ അകത്തേക്ക് ഈ മെസ്സേജ് കയറട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിച്ചിട്ടുള്ള ചിലരുടെ അകത്തേക്ക് വചനം കയറട്ടെ. അവർ ആത്മാവിനെ മാത്രമല്ല വചനത്തെ ഭക്ഷിക്കുന്നവരാകുവാൻ. പ്രവാചകനായ എസെക്കിയേൽ പ്രവാചകന് ദൈവം വചനത്തിന്റെ ചുരുള് കൊടുത്തു. ആ ചുരുളവൻ ഭക്ഷിച്ചു. ആമേൻ. വചനം ഭക്ഷിക്കണം, ഭക്ഷിക്കണം. അത്
നിന്റെ അകത്തെ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളെ അങ്ങ് ബലപ്പെടുത്താൻ തുടങ്ങും. നിന്റെ ഇന്ദ്രിയങ്ങൾ ബലപ്പെടണമെങ്കിൽ വേർഡ് വരണം. നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ സൗരങ്ങളിൽ ചിലർ ചോദിച്ചിട്ടുണ്ട്, അന്യഭാഷയെ പ്രാർത്ഥിക്കുന്ന ഒരു ആത്മാവിൻ്റെ അഭിഷേകം വരുമ്പോൾ തുള്ളുന്നവരാ, പക്ഷെ അവർ വചനം വായിക്കാനിരിക്കുമ്പോൾ ഉറങ്ങും. കാരണം എന്നറിയോ? അഭിഷേകം പ്രാപിച്ച് അവരെ പിശാചിന് പേടിയാ, പക്ഷേ വചനം കൂടെ കയറാൻ തുടങ്ങിയാൽ അവൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ അങ്ങ് തുറക്കാൻ തുടങ്ങും. അവൻ്റെ കണ്ണ് തുറക്കും, അവൻ്റെ ചെവി തുറക്കും, അവൻ്റെ ഹൃദയം തുറക്കും, അവൻ്റെ സ്പർശനശേഷി തുറക്കും. അവനങ്ങ് ആളെ, ആ മനുഷ്യനാണ് സൂപ്പർ ഹ്യൂമൻ എന്ന് വിളിക്കുന്നത്. അവനിലൂടെ അസാധാരണമായ പ്രവർത്തികൾ ഉണ്ടാകാൻ തുടങ്ങും. ഈ പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ പറഞ്ഞു, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സലിവ് അനുസരിച്ച് ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ മനസ്സ് പുതുക്കി നിങ്ങൾ എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. നിങ്ങളുടെ ഹൃദയം മുഴുവൻ, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ നിങ്ങൾ എന്ത് ചെയ്യണം? പണിയാൻ തുടങ്ങണം. ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. വചനവും ആത്മാവും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വചനത്താലും ആത്മാവിനാലും. ആമേൻ. ഒരു കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, വചനത്താലും ആത്മാവിനാലും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറയുമ്പോൾ പറഞ്ഞു, നിങ്ങളുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ സെൻസസുകളെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങും? ആക്ടിവേറ്റഡ് ആകും. നിങ്ങളുടെ അകത്തെ സെൻസസുകളെല്ലാം ആക്ടിവേറ്റഡ് ആകും. എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവനൊരു കഥയും അറിയത്തില്ല, പക്ഷെ നാറ്റമുള്ളത് അവൻ്റെ മൂക്കിലോട്ട് വെച്ചു കൊടുത്താൽ തട്ടും. അവൻ മണമുള്ളത് വെച്ചാൽ തട്ടുക മാത്രമല്ല, തിന്നും കൂടെ ചെയ്യും. എന്തായാലും അവൻ അത്രേ അറിയാവൂ. സെൻസസ് അവനുണ്ട്, പക്ഷെ വളർച്ചയില്ലാത്തതുകൊണ്ട് ആ സെൻസസിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല. ക്യാൻ ഐ റിപ്പീറ്റ്? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ടീനൽ എന്ത് സംഭവിച്ചു? നമ്മുടെ അകത്ത് ആ പഴയ മനുഷ്യൻ, പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ ശക്തിയാൽ ആദാമിൽ നഷ്ടമായി പോയ ആ പുതിയ മനുഷ്യൻ എഴുന്നേറ്റ് വന്നു. പക്ഷേ അവൻ്റെ സെൻസസുകളെല്ലാം ഉണ്ട്. അവന് കാണാം, അവന് കേൾക്കാം, അവന് ചിരിക്കാം, അവന് എല്ലാ ആത്മീയ അനുഭവങ്ങളും ഉണ്ട്. പക്ഷെ എന്തില്ല? വചനമില്ല. എൻ്റെ കൂടിയിരിക്കുന്ന ചിലര് വചനം വായിക്കുമ്പോൾ ഉറങ്ങുന്നവരാ, പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുന്നവരാ, അവർ ഭയങ്കര ആത്മീയരാകാൻ ആഗ്രഹിക്കുന്നവരാ, പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറയുന്നത് അകത്തെ മനുഷ്യനെല്ലാം ഉണ്ട്, പക്ഷേ ആ സെൻസസുകൾ സെൻസിറ്റീവ് ആകണമെങ്കിൽ ആ വ്യക്തിയിൽ എന്തുണ്ടാകണം? വചനം വരണം. അല്ല എങ്കിൽ വചനത്തിൻ്റെ ചിന്ത എന്താണ്, ആത്മാവിൻ്റെ ചിന്ത എന്താണ് എന്നവന് ഗ്രഹിക്കാൻ കഴിയത്തില്ല. അവൻ്റെ ചില ആളുകൾ ചോദിച്ചു, ബ്രദറെ അതെന്താ ബ്രദർ ഈ പറയുന്നത്? ഞാൻ നിങ്ങളോട് പറയാം, 3 മണിക്കൂർ മോഹൻലാലിൻ്റെ പടം കണ്ടിട്ട് ദൈവമേ എന്നോട് വെളിപ്പാട് തരണേ, ഇന്ന കാര്യത്തിന് എന്താ ചെയ്യണേ എന്ന് ചോദിച്ച മോഹൻലാൽ വെളിപ്പാടിൽ വരും കേട്ടോ. കണ്ണടച്ചാൽ വരുന്നതല്ല വെളിപ്പാട്, നിന്റെ ഹൃദയത്തിനകത്തുള്ള നിറവിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് റെവലേഷൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓ ഹല്ലേലൂയാ. കാര്യങ്ങളൊന്ന് ഉയർത്തിയിട്ട് ഹല്ലേലൂയാ. നമുക്ക് പത്രോസിന്റെ ലേഖനങ്ങളിലേക്ക് ഒന്ന് വരാം. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് അടുത്ത ആഴ്ചത്തേക്ക് നമുക്കത് മാറ്റി വയ്ക്കാം. നമ്മൾ ഒരു ചിന്തയും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചോ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ആ ശക്തി ഭരിക്കുന്നേ. എന്നെ കാണുന്ന ആളുകളൊന്നും നെഞ്ചൊക്കെ ഒന്ന് വിരിച്ചിരുന്നേ, എന്നിട്ട് പറഞ്ഞേ, when I receive the Holy Spirit, my inner man, my inner self, it is inner self empowered with the Holy Spirit. I am empowered. Myself, it is empowered by the Holy Spirit. എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ അകത്തെ മനുഷ്യനിൽ ബലം വ്യാപരിച്ചിരിക്കുകയാണ്. എൻ്റെ അകത്തെ മനുഷ്യനിൽ എബിലിറ്റി ഉണ്ടായിരിക്കുകയാണ്.
നോക്കാം, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ്റെ എബിലിറ്റി നിങ്ങളുടെ പുറത്തെ മനുഷ്യനിൽ വെളിപ്പെടുമ്പോഴാണ് ആളുകൾ പറയുന്നത്, അയ്യോ ആ മനുഷ്യൻ പറയുന്ന വാക്കുകളെല്ലാം പ്രവചനമാട്ടോ, ആ മനുഷ്യൻ നോക്കി ആ വെളിപ്പാടാ, ആ മനുഷ്യൻ്റെ മുമ്പിൽ ഒന്നും മറിഞ്ഞിരിക്കത്തില്ല. എടാ ഉവ്വേ, ആ മനുഷ്യൻ്റെ മുഖത്തല്ല, ഇതിനകത്തിരിക്കുന്ന ആളുടെ മുമ്പിൽ സകലതും വ്യക്തവും മലർന്നതുമാണ്. ഈ മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്നത് സൗരങ്ങളെ, ഞാൻ എൻ്റെ ഉള്ളിലെ ഏക പ്രാർത്ഥന പറയട്ടെ. കർത്താവേ, പൊസസ് മീ ലോർഡ്, ഹല്ലേലൂയ, ഫുള്ളായിട്ട് എന്നെ കൺട്രോൾ ചെയ്താട്ടെ കർത്താവേ. അടുത്ത വാചകം വായിക്കണേക്കാൾ മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? നിങ്ങൾക്കാർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഹാർട്ട് എന്ന് പറയുക. കിടക്കുന്നത്, ഉറങ്ങുന്നത്, എനിക്ക് എൻ്റെ ഹാർട്ട് എന്ന് പറയും. ചില ദിവസം എനിക്ക് രാത്രി ഉറക്കം വരത്തില്ല. ഇന്നലെ രാത്രി എനിക്ക് ഉറക്കം വന്നില്ല, 2:45 ഞാൻ ഉറങ്ങി. ഉറക്കം വരത്തില്ലെങ്കിൽ നമ്മൾ കിടക്കും, ഉരുളും കിടന്ന്. ഞാൻ ഇന്നലെ രാത്രി കർത്താവിനോട് ചോദിച്ചു, വാട്ട് ക്യാൻ ഐ ഡു നൗ? കർത്താവിനോട് പറഞ്ഞു, പോയിരുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇന്നലെ രാത്രി അതിനുശേഷം ഞാൻ നന്നായിട്ട് ഉറങ്ങി. ആ ഉറങ്ങി എഴുന്നേറ്റ് ഒരു ക്ഷീണവുമില്ല എനിക്ക്. സാധാരണ ഉറങ്ങാതെ കിടന്ന് ഉരുണ്ട് ക്ഷീണവുമാണ്, എഴുന്നേക്കത്തുമില്ല. But yesterday I obeyed. I allowed to control by the Spirit of God. I allow myself to control by the Holy Spirit. I allow the inner man to possess my whole life. ഹല്ലേലൂയ. ഫാദർ, ആരൊക്കെയാണോ എന്നെ കാണുന്ന ആളുകളുടെ അകത്ത് അങ്ങനൊരു ജീവിതം വേണം കർത്താവേ, അങ്ങനൊരു ജീവിതം വേണം കർത്താവേ. Lord, I need a new move of God. അപ്പാ, എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണം കർത്താവേ. ഇന്നാരെങ്കിലും ഒക്കെ പറയുന്നുവെങ്കിൽ, this is your day brother, this is your time brother, receive it. Lord, you given me that move of the Spirit. Lord, I release it now in the name of Jesus. ആർക്കെങ്കിലും മുട്ടുകുത്തി നിൽക്കണമെങ്കിൽ മുട്ടുകുത്തി നിന്നാട്ടെ. ആ കരങ്ങൾ ഉയർത്തണമെങ്കിൽ കരം ഉയർത്തിയാട്ടെ. നോക്ക, when you receive a grace from God, ആ കൃപ ആ ശരീരത്തെയും നിങ്ങളുടെ ആത്മാ മനുഷ്യനെയും ജോയിൻ ചെയ്യിക്കും. ചിലർക്ക് അറിയാം, എൻ്റെ അകത്ത് പരിശുദ്ധ ആത്മാവുണ്ട്, എൻ്റെ അകത്ത് പുതിയ ജനനം നടന്നു, എന്നാൽ എൻ്റെ പുറത്തെ മനുഷ്യൻ എന്താ കർത്താവ് എന്ന് ചോദിക്കുന്നവരുണ്ട്. That is called the grace. I already received the anointing. I am anointed. I am anointed. No doubt about it. When you receive grace upon grace, grace upon grace, കൃപ മേൽ കൃപ, കൃപ മേൽ കൃപ, അത് നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ അകത്തെ മനുഷ്യനും യുണൈറ്റ് ചെയ്യും. That is called supernatural work of God. I can feel the presence. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ആഴമേറിയ സാന്നിധ്യം കാണാം. Fill with the anointing of God now in the name of Jesus. Holy Spirit, thank you for your grace, Holy Spirit. ഞാൻ അടുത്ത വാചകം വായിക്കാൻ പോയത്, പക്ഷേ I don't feel to go into the next word. But now I am praying for you to receive a grace to connect with the new creation and your body. The new creation and your body become one. Your spirit and God become one when you received Holy Spirit. Oh Jesus, that day it is become one. You are one spirit with God. Now the time of God. This is a time of His grace. Your spirit
and your body united by His grace. ദൈവവചനത്തെ ഭക്ഷിക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. ദൈവവചനം നമ്മുടെ ഇന്ദ്രിയങ്ങളെ ജലിപ്പിക്കുവാനിടയായിത്തീരും. നമ്മളുടെ കഴിവിനേക്കാൾ ഉപരിയായി പരിശുദ്ധാത്മാവിൻ്റെ കഴിവുകൾ നമ്മളിൽ പ്രകടമാകുവാനായി തുടങ്ങും. നാം അനേകർക്ക് അനുഗ്രഹമാകുന്ന വിധത്തിൽ, അനേകരെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുപോകുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രവൃത്തിയിലും കർത്താവിൻ്റെ കൃപ വെളിപ്പെടുവാനിടയായിത്തീരും. നിങ്ങൾ ഓരോരുത്തരും വചനത്തിലാലും ആത്മാവിനാലും ശക്തിപ്പെടുവാൻ തക്കോണം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. സിസ്റ്റർ, ഈ അമ്മയുടെ പേര് ലത. കരമന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുമാണ് അമ്മ വരുന്നത്. ഈ അമ്മ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബെൽജിയത്തിലായിരുന്നു. അവിടെ ആയിരുന്ന സമയത്ത് അമ്മയുടെ ശരീരത്തിൽ കുരുക്കൾ പോലെ വരുമായിരുന്നു. അതിങ്ങനെ പൊങ്ങി നിൽക്കുമായിരുന്നു. ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ കുരുക്കൾ വരുന്നത് കാരണം. ആ സമയത്താണ് സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ചത്. അന്ന് തന്നെ ആ കുരുക്കളെല്ലാം വറ്റിപ്പോയി എന്നാണ് അമ്മ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലീഡറിന്റെ അമ്മയാണ്. അമ്മ വിദേശത്തായിരിക്കുന്നു. അവിടെ വെച്ച് പ്രയാസം ഉണ്ടായല്ലേ? അമ്മയ്ക്ക് എന്തായിരുന്നു ബുദ്ധിമുട്ട്? എൻ്റെ ഇടുപ്പിൻ്റെ ചുറ്റും നെഞ്ചിൻ്റെ സൈഡിലും പിന്നെ വലിയ വലിയ കുരുക്കളെങ്കിലും അത് പിന്നെ ബുദ്ധിമുട്ടും വേദനയൊക്കെ ഉണ്ട്. ഞാൻ ഇത് പിന്നെ ദൈവത്തെ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷം അപ്പം തന്നെ മാറി. പിന്നെ മാറി, ഇതുവരെയും വന്നിട്ടില്ല. ഹല്ലേലൂയ. എത്ര നാൾക്ക് മുമ്പുണ്ടായ സംഭവം ഇത്? ഒരു വർഷം. ഒരു വർഷം മുമ്പുണ്ടായ സംഭവമാണെന്നാണ് അമ്മ പറയുന്നത്. അന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് പരിപൂർണമായിട്ടും സൗഖ്യമാക്കി. താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ ഒരു സാക്ഷ്യം കൂടെയുണ്ട് അമ്മയ്ക്ക് നമ്മളോട് പറയാൻ. അമ്മയുടെ തൊണ്ടയിൽ സ്റ്റാപ്ലർ പിന്ന് പോലെ എന്തോ ഒരു സാധനം കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത് കാരണം അമ്മ വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം അത് മെല്ലെ പൊടിഞ്ഞു പോകാൻ തുടങ്ങി എന്നാണ് അമ്മ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. തൊണ്ടയിൽ എന്തോ കുത്തിയിരിക്കുന്ന പോലെ തോന്നുമായിരുന്നു. ഞാൻ്റെ മോളെ വിളിച്ച് പാസ്റ്ററിൻ്റെ കൈ കൊടുത്തു. പാസ്റ്റർ ഉടനെ പറഞ്ഞു അത് യേശുവിൻ്റെ നാമത്തിൽ വിട്ടു പോകണമെന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ അത് കുറേശ്ശെ പൊടിഞ്ഞു പോവുകയാണ് ചെയ്തത്. പൊടിഞ്ഞു പോകുന്നതായിട്ട് അമ്മയ്ക്ക് ഫീൽ ചെയ്തു. വായിലെ തുരുമ്പിൻ്റെ ഇത് എൻ്റെ വായിൽ കൂടെ വരുമായിരുന്നു. ഹല്ലേലൂയ. അമ്മ അവിടെ ആയിരുന്നപ്പോഴും കർത്താവിനോടുള്ള ബന്ധത്തിൽ സ്നേഹത്തോടെ ആയിരുന്നു. ഓരോ കാര്യത്തിലും കർത്താവിനെ ആശ്രയിക്കാനിടയായി തീർന്നു. അമ്മ പറയുന്നത് തൊണ്ടയ്ക്ക് കുത്തിയിരുന്ന ഒരു പ്രയാസമുണ്ടായിരുന്നു. കർത്താവ് അതിൽ നിന്നും പരിപൂർണമായിട്ടും വിടുവിച്ചു. താങ്ക് യു ജീസസ്. അമ്മ ബെൽജിയത്ത് നിന്നും 19 ദിവസത്തെ ലീവിനാണ് നാട്ടിലേക്ക് വന്നത്. നാട്ടിലേക്ക് വന്നതിന് ഒരു കാരണം തന്നെയുണ്ട്. അമ്മയ്ക്ക് സ്വന്തമായി ഒരു വസ്തു മേടിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് അമ്മ നാട്ടിലേക്ക് വന്നത്. അമ്മ അങ്ങനെ ഒത്തിരി ചിന്തിച്ചു, എങ്ങനെ മേടിക്കും, ഇതെങ്ങനെ ചെയ്യുമെന്ന് അമ്മ ചിന്തിച്ചിരിക്കുന്ന സമയം, ആഗ്രഹിച്ചിരുന്ന സമയം കർത്താവിൻ്റെ വലിയൊരു അത്ഭുത പ്രവൃത്തി എന്നോണം തന്നെ അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇത്ര ദിവസത്തിനകം തന്നെ ആ വസ്തു മേടിക്കാൻ പറ്റി. അമ്മ വിചാരിച്ചിരുന്ന വിലയ്ക്ക് തന്നെ സ്വന്തമായിട്ടൊരു വസ്തു മേടിക്കാൻ പറ്റി എന്നാണ് അമ്മ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. കർത്താവ് വലിയ അത്ഭുതങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യാനിടയായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലം കൊടുത്തു. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. താങ്ക് യു ജീസസ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവേ. അപ്പോൾ ദൈവജനത്തെ ഭക്ഷിക്കുന്നവരായി, കർത്താവെ ആത്മാവിൻ്റെ ശക്തിയോടെ നടക്കുന്നവരായി ഞങ്ങൾ ഓരോരുത്തരുമായി തീരാനായി പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, അങ്ങയുടെ കൃപ, അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മേലുണ്ട് എങ്കിൽ അപ്പോൾ ലോകത്തിലെ ഒന്നും ഞങ്ങൾക്ക് അസാധ്യമായിട്ടില്ല. താങ്ക് യു ജീസസ്. കർത്താവെ, തൻ്റെ മുൻപിൽ പ്രയാസമായിരിക്കുന്ന കാര്യങ്ങളെ ചൊല്ലി എനിക്ക് കഴിവില്ല, ഞാൻ ചെയ്യുന്നതൊന്നും ശരിയാകുന്നില്ല, എനിക്ക് ജീവിക്കാൻ പോലും അറിയത്തില്ല, ഞാൻ എല്ലാത്തിലും ഒരു പരാജയമാണ് എന്ന് ചിന്തിക്കുന്ന കർത്താവെ, ആ വ്യക്തിയുടെ മേൽ അവിടുത്തെ കൃപ ചലിക്കണം. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ദൈവസ്നേഹം അനുഭവിക്കുന്ന ഒരു വ്യക്തി ഒരിടത്തും തോറ്റുപോകത്തില്ല. ആ വ്യക്തി മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിക്കുവാനിടയായിത്തീരും. യേശുപിച്ച, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, തൻ്റെ ബിസിനസ് അത് നഷ്ടമായി പോകുമോ, അതില്ലാതെയായി പോവോ, താൻ ഇൻവെസ്റ്റ് ചെയ്ത
പണം തനിക്ക് നഷ്ടമാക്കുമോ എന്ന് ചിന്തിച്ചായിരിക്കുന്ന കർത്താവെ ആ വ്യക്തിയുടെ മേൽ അവിടുത്തെ കൃപ ചലിക്കട്ടെ അപ്പാ. ആ സാഹചര്യങ്ങൾ തനിക്ക് മുമ്പിൽ അനർത്ഥം കൊണ്ടുവന്നപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി അസാധാരണമായ വിധത്തിൽ കർത്താവെ അദ്ദേഹത്തിനൊരു എഴുന്നേൽപ്പ് ഉണ്ടാക്കട്ടെ അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ രോഗികളായിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവേ അവിടുത്തെ കൃപ ചലിക്കണമേ അപ്പാ. കർത്താവേ അവിടുത്തെ കൃപ ചലിക്കണമേ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ ആക്സിഡൻറ്റിനെ തുടർന്ന് ശരീരത്തിൽ എന്നും എനിക്ക് രോഗമാണ് എന്ന് പറയുന്ന ആ വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇച്ചിരി പ്രായമുള്ള വ്യക്തിയാണ് അപ്പോൾ അവിടുത്തെ സൗഖ്യം ആ വ്യക്തി അനുഭവിക്കട്ടെ അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ അനുഭവിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. അപ്പോൾ അതിനോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണും വരെയും കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അവൻ്റെ കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.